കേന്ദ്ര സർക്കാരിനെ അങ്ങേയറ്റം പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ഇന്ത്യ സഖ്യം തങ്ങളുടെ പോരാട്ടം കടുപ്പിക്കുകയാണ്. ദശലക്ഷക്കണക്കിന് യുവാക്കളുടെ ഭാവി അനിശ്ചിതത്വത്തിലാക്കിയ നീറ്റ് പരീക്ഷാ വിവാദത്തിന് പുറമെ ഇപ്പോൾ അയോധ്യയിലെ രാമക്ഷേത്ര കാണിക്കപ്പണം മോഷണം പോയെന്ന ഗുരുതരമായ അഴിമതി ആരോപണവും രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയിരിക്കുകയാണ് പ്രതിപക്ഷം. ഇതിന്റെ ഭാഗമായി പാർലമെന്റിന് പുറത്തും പ്രതിപക്ഷ എംപിമാർ സംഘടിപ്പിച്ച വേറിട്ട പ്രതിഷേധം രാജ്യശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ്. പാർലമെന്റിന്റെ മഖദ്വാറിന് മുന്നിൽ അരങ്ങേറിയ പ്രതിഷേധത്തിൽ കാവ്യവസ്ത്രം ധരിച്ചെത്തിയ സ്വതന്ത്ര എംപി രാജേഷ് രഞ്ജൻ എന്ന പപ്പു യാദവ് നടത്തിയ പ്രതീകാത്മക നാടകം കേന്ദ്ര ഭരണകൂടത്തിന് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയത്. പപ്പു യാദവ് കാണിക്ക വഞ്ചുകൾക്ക് സമീപം ഇരിക്കുകയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ അതിലേക്ക് ഭക്തിപൂർവ്വം പണം നിക്ഷേപിക്കുകയും ചെയ്തു. എന്നാൽ ഉടൻ തന്നെ പപ്പു യാദവ് ആ പണം തന്ത്രപരമായി സ്വന്തം പോക്കറ്റിലേക്ക് മാറ്റുന്ന രംഗമായിരുന്നു അത്. രാമക്ഷേത്രത്തിലെ ഭക്തജന കാണിക്കപ്പണം ഭരണാനുകൂലികൾ വകമാറ്റി പോക്കറ്റിലാക്കുന്നെന്ന പ്രതീകാത്മകമായി തെളിയിച്ച ഈ രംഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും പരിഹസിക്കുന്നതായിരുന്നു. കാണിക്ക മോഷ്ടാക്കൾ അധികാരമൊഴികെ എന്നീ ശക്തമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രിയങ്ക ഗാന്ധി, സമാജ്വാദി പാർട്ടി നേതാക്കൾ എന്നിവരടങ്ങുന്ന ഇന്ത്യ മുന്നണിയിലെ പ്രമുഖർ ഈ പ്രതിഷേധത്തിന് പിന്തുണ നൽകി. നീറ്റ് പരീക്ഷാ വിവാദത്തിൽപ്പെട്ട് വിയർക്കുന്ന BJPക്ക് കോടിക്കണക്കിന് വിശ്വാസികളുടെ വികാരവുമായി ബന്ധപ്പെട്ട അയോധ്യ കാണിക്കപ്പണം മോഷണം ആരോപണം പാർലമെന്റിൽ വീണ്ടും ഉയർന്നു വന്നത് കനത്ത തിരിച്ചടിയാണ് നൽകുന്നത്. ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിഷേധ വീഡിയോ ചേർക്കുന്നു, കാണാം.